ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവനയും സൂര്യയും ദേവനും കൂടി സംസാരിക്കുകയാണ് ജയനിർമ്മലയെക്കുറിച്ച്. ജയനിർമ്മല ചെയ്തതെല്ലാം ഒരു പ്ലാനോട് കൂടിയിട്ടാണ് എന്ന് ദേവൻ പറയുകയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അത് വിട്ടേക്കെങ്കിൽ ആൻറ്റി എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീട്ടിലൊരു അധികപ്പറ്റാണ് എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അത് നീ അങ്ങ് പറഞ്ഞാൽ മതിയോ, ഞാനാണോ ഒക്കെ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. ആൻറ്റിയുടെ മനസ്സിലിപ്പോൾ എന്തൊക്കെയോ പ്ലാനുകളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആൻറ്റി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ സ്വയം തീരുമാനിച്ച് അതെല്ലാം ചെയ്യുന്നത് എന്ന് പറയാണ്. അങ്ങനെ ദേവൻ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന്. അപ്പോൾ ഭാവന പറയണം, ആൻറ്റി ഇനി അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ സൂര്യ പറയണം, ഇനി അമ്മ എങ്ങാനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മളെ അറിയിക്കാതെ അമ്മ ഇനി ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അച്ഛ ഇവിടെ നിൽക്കില്ല, ഭാവനയും കൂട്ടി ഞാൻ ഇവിടെ നിന്നും പോകുമെന്ന് പറയട്ടെ. അതുകൊണ്ടാണ് സൂര്യ ഞാൻ പറയുന്നത് ഇതിനൊരു തീരുമാനമുണ്ടാക്കണം എന്ന്. അവർ 3 പേരും കൂടി സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് മാനസയ്ക്ക് വയറുവേദന വരികയാണ്. അത് കാണുന്ന ജയനിർമ്മലയ്ക്ക് ആകെ പേടി വരികയാണ്. ഇനി കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷനാണ് കേട്ടോ. അങ്ങനെ പേടിച്ചുകൊണ്ട് ജയനിർമ്മല സൂര്യ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. ആ ഒരു സൗണ്ട് കേട്ട് സൂര്യയും ഭാവനയും ദേവനും കൂടി അകത്തേക്ക് ഓടി ചെല്ലുകയാണ്. ആ സമയത്ത് മാനസ കിടന്ന് വേദന കൊണ്ട് വെപ്രാളപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, സൂര്യ എത്രയും പെട്ടെന്ന് മാനസയും കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയണേ. അങ്ങനെ സൂര്യ കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഭാവനയും ജയനിർമ്മലയും കൂടി മാനസയും കൊണ്ട് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഡോക്ടർ മാനസയെ പരിശോധിക്കുകയാണ്. അപ്പോൾ ചോദിച്ചറിയുന്നുണ്ട് എന്താണ് ഉണ്ടായത്, എന്തെങ്കിലും പറ്റാത്തത് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, എന്നത്തെയും പോലെ സാധാരണ ഭക്ഷണം തന്നെയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഡോക്ടർ പറയണേ, നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്, സാധാരണ പോലത്തെ ഗർഭധാരണം അല്ല മാനസയുടേത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അത് ദോഷം തന്നെയാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ ട്രിപ്പ് ഇട്ട ശേഷം പോവുകയാണ് കേട്ടോ. എന്നിട്ട് മാനസയോട് പറയണേ, ഇത് കഴിയുമ്പോഴത്തേക്കും നിൻ്റെ എല്ലാം മാറിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ സമയത്ത് പുറത്തു നിന്നും ഭാവനയും സൂര്യയും ജയനിർമ്മലയും സംസാരിക്കുകയാണ്. അപ്പോൾ ജയനിർമ്മല ഭാവനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അത് സൂര്യയ്ക്ക് പിടിക്കുന്നില്ല. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, എന്താ എല്ലാത്തിനും അവനെയെ കുറ്റപ്പെടുത്തുന്നത്, അമ്മ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തു വെച്ചത് എന്ന് പറയട്ടെ. ആടാ ഞാൻ തന്നെയാണ്, ഇപ്പോൾ എനിക്കായോ എല്ലാ കുറ്റവും എന്ന് പറയണേ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ മാനസയ്ക്ക് വരാൻ കാരണം ആൻറ്റി തന്നെയാണ്. പൂജയുടെ ഭാഗമായി മാനസയെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കേണ്ടതാണ് എന്ന് പറയട്ടെ. അത് പിന്നെ നീ എന്താ അപ്പം പറയാതിരുന്നത് എന്ന് ജയനിർമ്മല ചോദിക്കുകയാണ്. അപ്പോൾ ഭാവന പറയണേ, ഞാൻ ആ സമയത്ത് ആൻറ്റിയോട് പറഞ്ഞാൽ ആൻറ്റി പറയും ഞാൻ പൂജ മുടക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞതാണെന്ന്. ഞാൻ എന്ത് പറഞ്ഞാലും ആൻറ്റി അതിനൊക്കെ ഓരോ കുറ്റം കാണുകയല്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയണം. അപ്പോൾ സൂര്യ പറയാൻ, ഇത് ഇപ്പോൾ അമ്മയായിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്, അമ്മ ആരോടും ഒന്നും പറയാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവർക്കാണോ കുറ്റം എന്ന് ചോദിക്കുമ്പോൾ ആടാ ഞാൻ തന്നെ ഉണ്ടാക്കിയ പ്രശ്നം ഞാനായിട്ട് തന്നെ തീർത്തോളാം എന്ന് വീണ്ടും ജയനിർമ്മല പറയാട്ടോ. അങ്ങനെ ഭാവന പറയണ, ആൻറ്റിയോട് എന്ത് പറഞ്ഞാലും ആൻറ്റി അത് നേരമായിട്ടാണ് എടുക്കുകയുള്ളൂ. ആൻറ്റി ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് സാധാരണ പോലത്തെ ഒരു ഗർഭധാരണം അല്ല, അതുകൊണ്ട് തന്നെ മാനസയെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ മാനസയുടെ ജീവന് പോലും ഒരു ഭീഷണിയാണ് എന്ന് പറയട്ടോ. അപ്പോൾ ജയനിർമ്മല ചോദിക്കാൻ, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, നീ എന്നെന്താ പേടിപ്പെടുത്തുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഭാവന പറയാൻ, ഇത് തന്നെയാണ് ആൻറ്റിയുടെ പ്രശ്നം, എന്ത് നല്ലത് പറഞ്ഞു തന്നാലും ആൻറ്റി അത് നേരെ വിപരീതമായിട്ടാണ് എടുക്കുകയുള്ളൂ എന്ന് പറയണം. അപ്പോൾ നിങ്ങളാരും മാനസയുടെ കാര്യത്തിൽ നിങ്ങളാരും തന്നെ ഒന്നും ശ്രദ്ധിക്കേണ്ട, എനിക്കറിയാം മാനസയെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ, ഞാൻ തന്നെ മാനസയെ ഇനി മുതൽ ശ്രദ്ധിച്ചുകൊണ്ട് എനിക്കറിയാമെന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ ചോദിക്കും, അപ്പോൾ ഭാവന ഇനി ശ്രദ്ധിക്കേണ്ടേ എന്ന് ചോദിക്കും. വേണ്ട, ഞാൻ തന്നെ മാനസയുടെ എല്ലാ കാര്യവും ശ്രദ്ധിച്ചുകൊണ്ട് എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് അജയം വരുന്നത്. അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ, എൻ്റെ മോളുടെ കാര്യം ഞാനാണ് എല്ലാം നോക്കേണ്ടത്, എൻ്റെ മോളെ മയക്കിയെടുത്ത് കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുകയല്ലേ എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും സൂര്യക്ക് ദേഷ്യം വരികയാണ് അജയനെ കാണുമ്പോൾ. അപ്പോൾ അജയൻ്റെ കോളറയിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്, നിങ്ങളെ കണ്ണെടുത്താൽ എനിക്ക് കണ്ടുകൂടാ എന്നൊക്കെ പറയും, എനിക്ക് എൻ്റെ മോളെ കാണണം, എൻ്റെ മോളെ കാണാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല എന്ന് പറയട്ടെ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഇല്ല നിങ്ങൾ മാനസയെ കാണില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കോ, നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പും വെറുപ്പുമാണ് എന്ന് പറഞ്ഞ് കോളറയിൽ കയറി പിടിച്ച ശേഷം സൂര്യ അജയനെ അങ്ങ് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴൊന്നും അജയൻ ഒട്ടും വിട്ടുകൊടുക്കാതെ, ഇല്ല ഞാൻ പോവില്ല, ഇതൊരു ഹോസ്പിറ്റലാണ്, ഇനി ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല, എന്നെ ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും അറിയിക്കും, എന്നിട്ട് നിങ്ങളെ എല്ലാവരും
എല്ലാവരെയും നാറിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ. അപ്പോൾ വീണ്ടും സൂര്യയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഇയാളെന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാം എന്നും പറഞ്ഞ് സൂര്യ കോളറയിൽ കയറി വീണ്ടും പിടിച്ച ശേഷം അജയനെ ഇട്ട് തള്ളാനൊക്കെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും ഭാവന അങ്ങ് തടയുകയാണ്. അതുപോലെ അജയനും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അജയനെ ജയനിർമ്മലയും തടയുകയാണ് കേട്ടോ. ഏട്ടാ ഒന്നിങ്ങ് വാ, ഞാൻ സംസാരിക്കാം ഏട്ടനോട് എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ജയനിർമ്മല അജയനെയും കൂട്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന സൂര്യയെ സമാധാനപ്പെടുത്തുകയാണ്. എന്താണ് ഇതൊരു ഹോസ്പിറ്റലാണ്, എന്തിനാ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത്? എനിക്ക് അയാളെ കാണുന്നത് തന്നെ ദേഷ്യമാണ്, അയാൾ കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് തന്നെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന സൂര്യയെ ആശ്വസിപ്പിച്ച് നിർത്തുകയാണ്. എന്നിട്ട് ജയനിർമ്മല അജയനെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുകയാണ്. ഏട്ടാ നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പോൾ ഏട്ടൻകോ എന്ന് പറഞ്ഞയക്കാം കേട്ടോ. അപ്പോഴത്തേക്കും അജയൻ പറയണ ഇല്ല, ഞാൻ അങ്ങനെ പോവുകയൊന്നുമില്ല, നീ എന്നെ അങ്ങനെ പറഞ്ഞയക്കാമെന്നൊന്നും കരുതണ്ട. എൻ്റെ മകളെ വെച്ച് നീ ഈ കളിച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ മകളുടെ ജീവിതമാണ് നീ ഇല്ലാതാക്കിയത് എന്ന് പറയുമ്പോൾ അതിന് ഒന്നും ചെയ്തിട്ടില്ല, ഇതെല്ലാം മാനസയുടെ തീരുമാനം തന്നെയാണ്. അവളുടെ എന്ത് തീരുമാനത്തിനും അവളുടെ കൂടെ ഞാൻ നിൽക്കും, അല്ലാതെ അവളെ ഞാൻ കൈയൊഴിയാനൊന്നും പോകുന്നില്ല എന്ന് പറയട്ടോ. അങ്ങനെ എൻ്റെ മകൾ ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ അവളെ കാണുന്നത് എങ്ങനെയായിരിക്കും? അതൊക്കെ നീ ചിന്തിച്ചോ? എൻ്റെ മകളുടെ ജീവിതമാണ് നീ കാരണം ഇല്ലാതായത് എന്നൊക്കെ പറയുകയാണ് അജയൻ. ജയനിർമ്മല പറയുകയാണ്, ഭാവനയോട് ഏട്ടൻ ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നത്. അപ്പോൾ അവൾക്ക് തോന്നിയതാണ്, മാനസയ്ക്ക് തോന്നിയതാണ്, അച്ഛനും അമ്മയും കൂടി ഭാവനയോട് ചെയ്ത ദ്രോഹത്തിന് ഞാൻ തന്നെ ഒരു പ്രായശ്ചിത്തം ചെയ്യാമെന്ന് തീരുമാനിച്ചത് മാനസയാണ്, അല്ലാതെ ഞങ്ങളാരും അവളെ കൊണ്ട് ഒന്നും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല. നിങ്ങൾ കാണിച്ചത് ഭാവനയോട് അത്രയും വലിയൊരു ദ്രോഹമല്ലേ? അജയൻ പറയാം, അതിന് ഞങ്ങൾ ഭാവനയെ കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ലല്ലോ, ഒന്ന് തള്ളിയിടാൻ ശ്രമിച്ചു, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവളെ നിങ്ങൾ തല്ലിയിട്ടത് കൊണ്ടല്ലേ അവളുടെ വയറ്റിലുള്ള കുഞ്ഞടക്കം ഇല്ലാതായത്, തെറ്റല്ലേ? അപ്പോൾ ആ ചെയ്ത പ്രവൃത്തി ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ചെയ്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഭാവനയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പോലും നശിപ്പിക്കാൻ നോക്കിയത് എന്ന് ചോദിക്കുക. അജയൻ പറയാൻ, നീ അത്ര നല്ലവളാവുകയൊന്നും വേണ്ട, ഭാവനയും സൂര്യയും പിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് തന്നെ. അക്കാര്യം ഞാൻ ഇതുവരെയും ആരോടും പറഞ്ഞിട്ട് പോലുമില്ല, എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് എന്ന് പറയണം. അങ്ങനെ അജയനും ജയനിർമ്മലയും കൂടി സംസാരിക്കുന്നത് ഭാവന അപ്പുറത്ത് നിന്ന് കാണുകയാണ് കേട്ടോ. പക്ഷേ ഭാവനയ്ക്ക് അവരെന്താണ് സംസാരിക്കുന്നത് എന്നൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഭാവനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇവർ തമ്മിൽ എന്തോ ഒരു രഹസ്യം പോലെയാണല്ലോ സംസാരിക്കുന്നത് എന്ന് ഭാവനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഭാവന നേരെ സൂര്യയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അജയൻ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല, നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. എൻ്റെ മകളുടെ ജീവിതമാണ് നീ ഇല്ലാതാക്കിയത്, അതിന് ഞാൻ നിന്നെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കും. നീ വനിതാ കമ്മീഷന്റെ മുന്നിൽ രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് ഞാൻ അടങ്ങിയിരിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നീ കാണാൻ കിടക്കുന്നതേയുള്ളൂ. ഞാൻ ഇനിയും ഒരു വരവ് കൂടി വരും, അത് ഒരു ഒന്നൊന്നര വരവ് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് അജയൻ ജയനിർമ്മലയെ ഒന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം പോവുകയാണ്. ജയനിർമ്മല മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്, ഏട്ടനെ ഒതുക്കാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. സൂര്യയെയും ഭാവനയെയും എന്നേക്കുമായി അകറ്റിയ ശേഷം സൂര്യയെ കൊണ്ട് മാനസയെ കല്യാണം കഴിപ്പിച്ചാൽ ഏട്ടൻ്റെ എല്ലാ പ്രശ്നവും മാറും, അതോടുകൂടി ഏട്ടനൊന്ന് തണുക്കുകയും ചെയ്യും എന്നൊക്കെയാണ് കേട്ടോ ജയനിർമ്മല മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് ഇവർ 4 പേരും കൂടി ചെല്ലുകയാണ്. അങ്ങനെ മാനസയോട് പറയുകയാണ്, നീ നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കണം, കാരണം ഇത് അങ്ങനത്തെ ഒരു പ്രഗ്നൻസിയാണ്, അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയട്ടെ. ഭാവന, നീ ഒരു നേഴ്സല്ലേ, നിനക്ക് അറിയാവുന്നതല്ലേ ഇതിനെക്കുറിച്ച് എന്ന് പറയട്ടെ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അത് ഇങ്ങനെ വരാൻ കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ ഒരു പൂജ ഉണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചത് എന്ന് പറയട്ടെ. അത് കേൾക്കുന്ന സമയത്ത് ജയനിർമ്മലയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നെ ഡോക്ടറുടെ മുന്നിൽ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവൾ ഇങ്ങനെ പറഞ്ഞത് എന്ന് ജയനിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഡോക്ടർ പറയുകയാണ്, ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കണം ഈ സമയത്ത്, പിന്നീട് എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല എന്ന് ഡോക്ടർ ഒരു മുന്നറിയിപ്പ് പോലെ പറയുകയാണ് കേട്ടോ. പിന്നീട് മാനസയോട് ചോദിക്കുകയാണ്, അല്ല മാനസ സാധാരണ ഗർഭിണിയെ പോലെ ഒരു സന്തോഷമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ മാനസികമായിട്ട് എന്ന് ചോദിക്കാട്ടോ. ആ സമയത്ത് ജയനിർമ്മല പറയുകയാണ്, അവളുടെ അച്ഛനും അമ്മയും അരികിലില്ല, ചില പ്രശ്നങ്ങൾ കാരണം അച്ഛനും അമ്മയും ഇപ്പോൾ മാറി നിൽക്കുകയാണ്, അതിൻ്റെ ഒരു ടെൻഷനാണ്, അതെല്ലാം ശരിയാവും, എന്തായാലും സ്വന്തം മകളല്ലേ, അച്ഛനും അമ്മയും വരാതിരിക്കില്ലല്ലോ അവളെ കാണാൻ എന്ന് പറയാൻ കേട്ടോ. ജയനിർമ്മല ഒരു അർത്ഥം വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഇനി നല്ലതുപോലെ മാനസയെ
ശ്രദ്ധിച്ചോളാം എന്നും പറഞ്ഞ് ഭാവന ഡോക്ടറോട് പറയുകയാണ്. അതിനുശേഷം എല്ലാവരിലേക്ക് പോവുകയാണ്. അങ്ങനെ മാനസയെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മാനസ ചെറുതായിട്ടൊന്ന് വീഴാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഭാവന പിടിക്കാൻ ചെല്ലുമ്പോൾ ജയനിർമ്മല പറയാണ്, വേണ്ട നീ പിടിക്കണ്ട, ഞാൻ തന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞ് കട്ടിലിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവനയെ വീണ്ടും ജയനിർമ്മല ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കുകയാണ്. നീ എന്തിനാണ് ഡോക്ടറുടെ മുന്നിൽ വെച്ച് പൂജയുടെ കാര്യം പറഞ്ഞത്? എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കാണ്ട്, ആൻറ്റി എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ ഉണ്ടായ കാര്യമല്ലേ ഡോക്ടറോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയട്ടോ. അങ്ങനെ ഭാവനയോട് വീണ്ടും ജയനിർമ്മല ദേഷ്യപ്പെടുകയാണ്. സൂര്യയും ജയനിർമ്മലയോട് ദേഷ്യപ്പെടുകയാണ്. എന്തിനാണ് അമ്മ എപ്പോഴും ഭാവനയെ ഓരോന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഭാവന അവിടെ നിൽക്കുന്നില്ല കേട്ടോ. ഭാവനയ്ക്ക് വിഷമം വന്നിട്ട് ഭാവന പോവുകയാണ്. അപ്പോൾ സൂര്യയും ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ്. അപ്പോൾ മാനസയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, ആൻറ്റി എന്തിനാ എപ്പോഴും ഭാവനയെ മാത്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും എന്നൊക്കെ മാനസയ്ക്കും അപ്പോൾ മനസ്സിലാവുകയാണ്. അങ്ങനെ ഭാവന വിഷമിച്ച് പോകുന്ന സമയത്ത് സൂര്യ ചോദിക്കുകയാണ്, ഭാവന എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. ആൻറ്റി എപ്പോഴും എന്നെ ഓരോന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്. ആൻറ്റിക്കിപ്പോൾ ഞാൻ ഇവിടെ ഒരു അധികപ്പറ്റാണ്, ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ പറയണം. അമ്മയെ ഇനി എന്ത് ചെയ്യാനാണ് ഭാവന, നമ്മൾ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല സൂര്യ എന്നും പറഞ്ഞ് ഭാവന വിഷമത്തോടു കൂടി റൂമിലേക്ക് പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഭാവന ആരോടും ഒന്നും പറയാതെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് വിഷമിച്ചുകൊണ്ട് തന്നെ വീട്ടിൽ എല്ലാവരോടും ഇക്കാര്യം പറയുകയാണ്. ഭാനുവിനോടും ഗായത്രിയോടും മായയോടും സേതുവിനോടൊക്കെ ചേർന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് മായ പറയുന്നുണ്ട്, നീ മാനസയെക്കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞല്ലോ, അത് ശരി തന്നെയാണ്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഭാവന, നിർമ്മല ആൻറ്റി എങ്ങനെയൊക്കെ മാനസയെ സംരക്ഷിച്ചാലും നിനക്കും സൂര്യക്കും ഇടയിൽ മാനസ ഒരു അധികപ്പറ്റ് തന്നെയാണ് ഭാവന എന്ന് പറയട്ടെ. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭാവനയുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്തകളൊക്കെ വരുന്നുണ്ട്. പിന്നീട് ഭാവനയെ തേടി സൂര്യ ഗായത്രിയുടെ അടുത്തേക്ക് ഭാവനയുടെ വീട്ടിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ജയനിർമ്മല വരുന്നത്. എന്നിട്ട് ജയനിർമ്മല ചോദിക്കുക, നീ എവിടേക്കാണ് സൂര്യ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയെ തേടി പോവുകയാണ്. ഭാവന എവിടേക്കാണ് പോയത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് ഞാൻ തന്നെയല്ലേ, അതുകൊണ്ട് ഭാവനയെ തിരയാൻ വേണ്ടി പോവുകയാണ്. ഭാവന എവിടെയുണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയട്ടോ. അപ്പോൾ അവൾ അവളുടെ ഇഷ്ടത്തിന് പോയതല്ലേ, നീ എന്തിനാ അവളെ തേടി പോവാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയെ പോയി തിരയേണ്ടതും കൊണ്ടുവരേണ്ടതും ഞാൻ തന്നെയല്ലേ എന്നങ്ങ് ദേഷ്യത്തോടു കൂടി സൂര്യ ജയനിർമ്മലയോട് ചോദിക്കാണ്ട്. അപ്പോഴത്തേക്കും മാനസ കൂടി അകത്തേക്ക് വരികയാണ്. അപ്പോൾ എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ ഭാവനയെ കാണാനില്ല, ഭാവന എവിടേക്കോ പോയി, ആരോടും ഒന്നും പറയാതെ തന്നെ ഇഷ്ടത്തിന് പോയിരിക്കുകയാണ്, എന്നിട്ട് ഭാവനയെ വിളിച്ചുകൊണ്ട് വരാൻ പോവുകയാണ് സൂര്യ എന്ന് പറയട്ടെ. അങ്ങനെ ജയനിർമ്മലയെ ദേഷ്യത്തോടു കൂടി സൂര്യ നോക്കിയ ശേഷം നേരെ ഗായത്രിയുടെ അടുത്തേക്കാണ് പോകുന്നത്. മറ്റെവിടേക്കും ഭാവന പോവില്ല, ഗായത്രിയുടെ അടുത്ത് ഉണ്ടാവും എന്ന് സൂര്യയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ മാനസ ഇങ്ങനെ വിഷമിച്ചിട്ട് ഇങ്ങനെ ജയനിർമ്മലയോട് പറയുന്ന സമയത്ത് സൂര്യയ്ക്കും ഭാവനയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് തന്നെ. അവരുടെ കയ്യിൽ, ഭാവനയുടെ കയ്യിൽ അവളുടെ കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറയുമ്പോൾ മാനസ നീ അങ്ങനെയൊന്നും പറയരുത്, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് എൻ്റെ മോൻ സൂര്യയുടേത് മാത്രമാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം എന്ന് പറയട്ടെ. അങ്ങനെ ജയനിർമ്മലയുടെ അർത്ഥം വെച്ചുള്ള ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ മാനസയ്ക്ക് ഒരു പന്തികേട് തോന്നുകയാണ്. മാനസയ്ക്ക് മനസ്സിലാവുകയാണ് ഭാവനയെ ഇവിടെ നിന്നും പറഞ്ഞയക്കാനുള്ള ഒരു പദ്ധതിയാണ് ആൻറ്റി ഒക്കെ കാണിക്കുന്നത് എന്ന് മാനസയ്ക്കും അപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഭാവന വീട്ടിലുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സൂര്യയോട് പോലും പറയാതെ വന്നതുകൊണ്ട് തന്നെ സൂര്യ ആകെ ടെൻഷനായിട്ടുണ്ടാവും. നീ ഒന്ന് സൂര്യയെ വിളിച്ച് പറഞ്ഞേക്ക് എന്ന് പറയട്ടെ. അങ്ങനെ ഫോൺ എടുത്ത് സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്ന ആ സമയത്ത് കോള് വീട്ടിൽ നിന്ന് തന്നെ അടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഭാവന പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ്. ആ സമയത്താണ് സൂര്യ ചുമരിലും ചാരി നിന്നുകൊണ്ട് ഭാവനയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് ഭാവന തന്നെ അതിശയിച്ചു പോവുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ വന്ന് പറയുകയാണ്, നീ എന്താ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ വന്നത് എന്ന് ചോദിക്കാണ്ട്. അത് സൂര്യ ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞ് പതറുകയാണ്. സൂര്യ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളതൊക്കെ എനിക്ക് ഊഹിക്കാൻ കഴിയും, നിന്നെ അമ്മ അത്രമാത്രം അധികം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയട്ടെ. അങ്ങനെ ഗായത്രിയും സേതുവും മായയും ഭാനുവും ഒക്കെ കൂടി സൂര്യയും ഭാവനയോടും കൂടി ചേർന്ന് സംസാരിക്കുകയാണ്.